കേബിളുകൾ സ്ഥാപിക്കാനായി റോഡരികിൽ കുഴിയെടുത്തപ്പോൾ തകർന്ന റോഡുകൾ അറ്റകുറ്റപ്പണി നടത്തിയില്ല. ഇതോടെ റോഡിൽ പലയിടത്തും വലിയ കുഴികളായി. 6 മാസം മുൻപാണ് പാറേമ്പാടം മാറ്റുപുറം റോഡിൽ കേബിളുകൾ സ്ഥാപിക്കാൻ കുഴിയെടുത്തത്. യന്ത്രസഹായത്തോടെ റോഡിൽ 20 മീറ്ററോളം അകലത്തിൽ കുഴിയെടുത്താണ് കേബിളുകൾ സ്ഥാപിച്ചത്. കുഴിയെടുത്ത ഭാഗത്ത് താൽക്കാലികമായി മണ്ണിട്ട് മൂടുകയാണ് ചെയ്തത്. മഴയിൽ മണ്ണെല്ലാം ഒലിച്ചു പോയതോടെ റോഡിൽ വലിയ കുഴികളായി. 6 വർഷം മുൻപാണ് കോടികൾ ചെലവിട്ട് പാറേമ്പാടം ആറ്റുപുറം റോഡ് നവീകരിച്ചത്. ഈ റോഡിലാണ് വലിയ കുഴികൾ ഉണ്ടായിട്ടുള്ളത്. കുഴികൾ അറ്റകുറ്റപ്പണി ചെയ്യാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. INTUC കുന്നംകുളം ഫിഷ് മാർക്കറ്റ് യൂണിയന്റെ പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുത്തു. ഇന്ദിരാഭവനിൽ നടന്ന വാർഷിക പൊതുയോഗത്തിൽ നടന്ന ചർച്ചയിൽ പ്രസിഡന്റായി കെ ജയശങ്കറിനെയും സെക്രട്ടറിയായി MM സലീമിനെയും ട്രഷററായി PM നിസാറിനെയും തിരഞ്ഞെടുത്തു. KK സുലൈമാൻ വൈസ് പ്രസിഡന്റ്, വിബീഷ് KK ജോയിന്റ് സെക്രട്ടറി, VA അസീസ് ലീഡർ, PP ഷക്കീർ പൂൾ ലീഡർ എന്നിവരായും 8 അംഗ എക്സിക്യൂട്ടീവ് മെമ്പർമാരുമാണ് പുതിയ ഭാരവാഹികൾ. യോഗത്തിൽ PM നിസാർ വരവ് ചെലവ് കണക്കുകളും K ജയശങ്കർ തൊഴിലാളി റിട്ടയർമെന്റ് ഫണ്ട് പദ്ധതി സമർപ്പണവും നടത്തി. 2025 ഓഗസ്റ്റ് 22 ഫോക്ലോർ ദിനത്തോടനുബന്ധിച്ച് നന്മ കുന്നംകുളം മേഖല പഴഞ്ഞി യൂണിറ്റിലെ മങ്ങാട് ദേശത്ത് നായാടി കോളനിയിലെ ജയൻ പാണാസിന് കോടിമുണ്ട ക്യാഷ് അവാർഡ് നൽകി വീട്ടിൽ പോയി ആദരിച്ചു. പഴഞ്ഞി യൂണിറ്റ് സെക്രട്ടറി MT പോൾസൺ സ്വാഗതവും കുന്നംകുളം മേഖല ട്രഷറർ TA വേലായുധൻ ഫോക്ക് ദിന സന്ദേശവും വായിച്ചു. പഴഞ്ഞി യൂണിറ്റ് പ്രസിഡന്റ് വിഷ്ണു ഭാരതീയൻ ആദരിച്ചു. ജില്ലാ കമ്മിറ്റി മെമ്പർ ഷീജ വിഷ്ണു ഭാരതീയൻ ക്യാഷ് അവാർഡ് നൽകി. ആദരവ് ഏറ്റുവാങ്ങിയ ജയൻ നായാടി കളിയും ആണ്ടിക്കളിയും പൂർവികന്മാരായി പകർന്നു തന്ന കല മരണം വരെ പൂരത്തിനും ഓണത്തിനും പുരാണത്തിലെ ശിവനും പാർവതിയുമായി വീടുകളിൽ കയറി പാട്ടുപാടി കളിക്കുമെന്ന് പറഞ്ഞു. ജില്ലാ കമ്മിറ്റി മെമ്പർ MK ബാലകൃഷ്ണൻ നന്ദി പറഞ്ഞു. നന്മ എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജയന്റെ കുടുംബത്തോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പല രീതികളുണ്ട്. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ സംഗീതോത്സവം ചതുർത്ഥിയോടനുബന്ധിച്ചുള്ള സംഗീതോത്സവം 17ാമത്തെ വർഷമാണ് ഈ വർഷത്ത് നടക്കുന്നത്. കാലത്ത് ചൊവ്വാഴ്ച രാവിലെ 26-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് ഒരു സാംസ്കാരിക സമ്മേളനത്തോടുകൂടി തുടങ്ങും. അതിനുശേഷം 300ഓളം വിദ്യാർത്ഥികളുടെ 2 ദിവസങ്ങളിലായിട്ടുള്ള സംഗീത കച്ചേരികളാണ്. കർണാടക സംഗീതം, അതുപോലെ തന്നെ ഫ്യൂഷൻ, എല്ലാ സംഗീത വാദ്യോപകരണങ്ങളുള്ള എല്ലാ സംഗീതോത്സവവും 2 ദിവസങ്ങളായിട്ട് നടക്കും. ചതുർത്ഥി ദിവസങ്ങളായ അതായത് 27-ാം തീയതി രാവിലെ ക്ഷേത്രം മേൽശാന്തി മുല്ലനേഴി ദിലീപൻ നമ്പൂതിരിയുടെയും അതുപോലെ തന്നെ ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്തില് ക്ഷേത്ര ചടങ്ങുകൾ ഉണ്ടാകും. അഷ്ടാഭിഷേകത്തോടെയാണ് കാലത്ത് ഗണപതി ഹോമം കഴിഞ്ഞ അഷ്ടാഭിഷേകത്തോടു കൂടിയിട്ടുള്ള ചടങ്ങുകൾ ആരംഭിച്ച് അന്നത്തെ ഏറ്റവും പ്രധാനമായ മംഗല്യപൂജ, വെളുത്തപക്ഷ ചതുർത്ഥി ദിവസം നടത്തുന്ന മംഗല്യപൂജ, അതിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു ദിവസമാണ് ഈ ചതുർത്ഥി ദിവസം. ഏകദേശം 100-120 മംഗല്യപൂജകൾ ഉണ്ടാവും. അതുപോലെ തന്നെ അപ്പം, മട, മോദകം ഏകദേശം 10,000-ഓളം നിവേദ്യങ്ങൾ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. ഒരുപാട് ഭക്തജനങ്ങളുടെ വഴിപാടുകളായിട്ട് നടക്കുന്ന പ്രധാന ദിവസങ്ങളിലെല്ലാം നടക്കുന്ന ചതുർത്ഥി ദിവസത്തിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള അപ്പം, മട, മോദകം അത് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ക്ഷേത്രത്തിൽ അത് നടക്കുന്നത്. അത് ഏകദേശം 10,000-ഓളം അപ്പമട, മോദകം ഭഗവാനെ നിവേദിക്കും. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ്, അതായത് പ്രഭാത ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് അന്നദാനം, വിപുലീകരിച്ച രീതിയിലുള്ള അന്നദാനം തന്നെയാണ് നടക്കുന്നത്. ഏകദേശം ഒരു 4,000-4,500-ഓളം പേരെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ഭക്തജനങ്ങളിലെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കലാ സാംസ്കാരിക പരിപാടികളുടെ ചടങ്ങിന്റെ ഭാഗങ്ങൾ ക്ഷേത്രം സെക്രട്ടറി സുനീഷ് അതിനെപ്പുള്ളി വിശദീകരിക്കും. 26-ാം തീയതി രാവിലെ സാംസ്കാരിക സമ്മേളനത്തോടുകൂടിയാണ് ഔപചാരികമായിട്ട് തുടക്കം കുറിക്കുന്നത്. ഈ 2 ദിവസങ്ങളിലായിട്ട് 300-ലേറെ സംഗീതാർത്ഥികൾ സംഗീതോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇരിങ്ങാലക്കുടയിൽ നിന്ന് സോപാന വാനമ്പാടി എന്ന വിശേഷമുള്ള ആശാ സുരേഷ്,
പയ്യന്നൂര് ദൂരദർശൻ, അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ വളരെ പ്രശസ്ത സംഗീതജ്ഞനായിട്ടുള്ള പയ്യന്നൂര് വത്സരാജ് അവാർഡ് ജേതാവ് കൂടിയാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് ജേതാവ് കൂടിയാണ്. പിന്നെ ഡോക്ടർ ശ്രീദേവി അങ്ങാടിപ്പുറം, അവര് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുള്ള സംഗീതത്തില്. പിന്നെ ജ്യോതിർദാസ്, ഗുരുവായൂർ ജ്യോതിർദാസ് തുടങ്ങിയ പ്രമുഖരായിട്ടുള്ള ആളുകൾ സംഗീതോത്സവത്തിൽ പങ്കാളികളാകുന്നുണ്ട്. ഈ കുട്ടികളല്ല, സംഗീതം നല്ല തികഞ്ഞ സ്പെഷ്യൽ കച്ചേരികൾ, ഉപകരണ സംഗീതങ്ങൾ, അങ്ങനെ വളരെ വിപുലമായ രീതിയിൽ ഓരോ വർഷവും കൂടുതൽ പങ്കാളിത്തം ഒക്കെ ഉൾപ്പെടുന്ന തരത്തിലാണ് 2 ദിവസമായിട്ടാണ് ഇപ്പൊ നടക്കുന്നത്. അടുത്ത വർഷം ഒന്നുകൂടി വിപുലീകരിച്ച് ഒരു ദിവസം കൂടി കൂട്ടേണ്ടി വരുന്ന സ്ഥിതിയാണ്. അപേക്ഷകളുടെ ആധിക്യം ഇപ്പോൾ ഞങ്ങൾ ഒരു ലിമിറ്റ് വെച്ച് നിർത്തിയിരിക്കുകയാണ്. എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. പെരുന്നാളിന്റെയും പൂരങ്ങളുടെയും നാടായ പഴഞ്ഞിയുടെ ഗ്രാമഭംഗിയിലേക്ക് ആധുനികതയുടെ സൗന്ദര്യവുമായി മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. ആഘോഷങ്ങളെ മറക്കാത്ത ഓർമ്മകളാക്കാൻ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒത്തുചേരാൻ ആധുനികമായ ദൃശ്യ ശബ്ദ സംവിധാനങ്ങളോടെ വിശാലമായ AC ബാങ്ക്വറ്റ് ഹാൾ. വിശ്രമിക്കാനും ഒരുങ്ങുവാനും ഫീഡിംഗ് സൗകര്യങ്ങൾക്കും മറ്റുമായി സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സൗകര്യം. രാത്രികളിലെ ഓപ്പൺ എയർ ആഘോഷങ്ങൾ കെങ്കേമമാക്കാൻ അതിമനോഹരമായ റൂഫ് ഗാർഡൻ, വിശാലമായ കാർ പാർക്കിംഗ്, ബാപ്റ്റിസം, ബെട്രതൽ സെറമണി, മെഹന്തി, ഹൽദി, ഇന്റിമേറ്റ് വെഡ്ഡിംഗ് ഫംഗ്ഷനുകൾ, കുടുംബസംഗമം, ബർത്ത്ഡേ പാർട്ടികൾ, ഗ്രൂം ടു ബി, ബ്രൈഡ് ടു ബി ആഘോഷങ്ങൾക്കും ബിസിനസ് മീറ്റിംഗുകൾക്കും ഏറ്റവും അനുയോജ്യം. മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. സെലിബ്രേറ്റ് വിത്ത് എലഗൻസ്. പൊതു ഇടങ്ങളിൽ മാലിന്യം തള്ളിയവർക്കെതിരെ കർശന നടപടിയുമായി ചാവക്കാട് നഗരസഭ. മാലിന്യം വലിച്ചെറിഞ്ഞവർക്ക് 10,000 രൂപ പിഴ ചുമത്തി. ചാവക്കാട് നഗരസഭയിലെ 3-ാം വാർഡ് പുതിയറയിൽ മാലിന്യം തള്ളുന്നതിനെതിരെ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് കുറ്റക്കാരെ കണ്ടെത്തിയത്. മാലിന്യം തള്ളിയവരെ കൊണ്ട് തന്നെ അത് നീക്കം ചെയ്യിക്കുകയും 10,000 രൂപ പിഴ ചുമത്തുകയും ചെയ്തു. മാലിന്യ സംസ്കരണത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി MS ആകാശ് അറിയിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം നടത്തി. PTA ആഭിമുഖ്യത്തിൽ 2K25 എന്ന പേരിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ വിജയോത്സവത്തിന്റെ ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ ഗോത്ര കമ്മീഷൻ അംഗം TK വാസു നിർവഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് സാബു ഐനൂർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ KT ഷാജൻ മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപക മേഴ്സി മാത്യു, പ്രിൻസിപ്പൽ ജനീർലാൽ, അധ്യാപകരായ ജയശ്രീ, മെഹർ, PTA അംഗം സന്തോഷ് കൊളത്തേരി, സ്റ്റാഫ് സെക്രട്ടറി മഞ്ജു എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ അധ്യയന വർഷം SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയും USS NMMS പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെയും വിവിധ ക്ലാസുകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും മൊമെന്റോയും മെഡലും നൽകി അനുമോദിച്ചു. മുൻ പ്രധാനാധ്യാപിക ഹേമ ടീച്ചർ നൽകുന്ന ക്യാഷ് പ്രൈസും വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചു. മാസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ടാറിംഗ് പൂർത്തിയാക്കിയ സംസ്ഥാന പാത പാറേമ്പാടത്ത് വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണ പൈപ്പ് പൊട്ടി. നീണ്ട കാലത്തെ യാത്രാ ദുരിതത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് പാറേമ്പാടം കുരിശു മുതൽ സെന്റർ വരെ ആധുനിക നിലവാരത്തിലുള്ള ടാറിംഗ് പൂർത്തിയാക്കിയത്. ടാറിംഗ് കഴിഞ്ഞ മണിക്കൂറുകൾക്കകമാണ് ജലവിതരണ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാവുകയും റോഡ് തകരുകയും ചെയ്തത്. ഇതോടെ റോഡിൽ വെള്ളം പരന്നൊഴുകി വീണ്ടും ഗതാഗത തടസ്സം രൂപപ്പെട്ടു. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ജനരോക്ഷം ശക്തമാവുകയാണ്. മണലൂർ നിയോജക മണ്ഡലത്തിൽ തരിശുരഹിത ഗ്രാമമാക്കാൻ തെരഞ്ഞെടുത്ത എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തനങ്ങൾ സജീവമാകുന്നു. 1-ാം വാർഡിൽ ശ്രീ ഗോകുലം പബ്ലിക് സ്കൂളിലാണ് പദ്ധതിക്ക് തുടക്കമായത്. ചിറ്റാറ്റുകര സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെയാണ് പദ്ധതിക്ക് ആവശ്യമായ നടീൽ വസ്തുക്കൾ വിതരണം ചെയ്തത്. വെണ്ട, തക്കാളി, പച്ചമുളക്, ചുരവയ്ക്ക, വഴുതന എന്നീ പച്ചക്കറികളാണ് കൃഷി ഇറക്കുന്നത്. നടീൽ ഉത്സവം മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. ചിറ്റാറ്റുകര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അബ്ദുൾ ഹക്കീം, ഡയറക്ടർമാരായ മോഹനൻ വാഴപ്പള്ളി, സുനിത വിജയൻ, സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ലത മനോജ്, അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ സിത്താര ധനനാഥ് എന്നിവർ സംസാരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ മോർച്ച തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റി തൊട്ടിൽ കെട്ടി പ്രതിഷേധിച്ചു. പടിഞ്ഞാറേക്കോട്ടയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമരം മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു.
ലൈംഗിക ചൂഷണത്തിന് വിധേയരായ നിരവധി സ്ത്രീകൾ പരാതിപ്പെട്ടിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത കോൺഗ്രസ് നേതൃത്വം കേരളത്തിലെ സ്ത്രീകളോട് മാപ്പ് പറയണം. സ്ത്രീകൾക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒരു നിമിഷം പോലും ആ പദവിയിലിരിക്കാൻ അർഹനല്ലെന്നും ജനാധിപത്യത്തെ അപമാനിച്ച MLA രാജിവെക്കണമെന്നും മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് പറഞ്ഞു. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ശീതൽ രാജ് അധ്യക്ഷയായി. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഞ്ജന രഞ്ജിത്ത്, BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ സിനി മനോജ്, RC ബീന, ശ്രീജ C നായർ, മഹിളാ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് മിനി അനിൽകുമാർ, മഹിളാ മോർച്ച വൈസ് പ്രസിഡന്റ് സത്യലക്ഷ്മി, സീന ശശി എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രിയ അനിൽ, വെസ്റ്റ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഭാഗീരഥി ചന്ദ്രൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പാർട്ടിക്ക് ഒരു പരാതിയും കിട്ടിയിട്ടില്ലെന്നും രാഹുൽ MLA സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യം നിലവിലില്ലെന്നും ദീപാദാസ് മുൻഷി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം എന്തിനാണ് രാജിവെച്ചതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ടെന്ന് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC നേതാവ് ദീപാദാസ് മുൻഷി. രാഹുലിനെതിരെ പാർട്ടിക്ക് ഒരു പരാതിയും കിട്ടിയിട്ടില്ല. നിയമപരമായ പ്രതിസന്ധിയല്ല, മറിച്ച് ധാർമ്മിക പ്രശ്നമാണ് രാജിയിലേക്ക് നയിച്ചതെന്നും അവർ പറഞ്ഞു. ട്രാൻസ്ജെൻഡറിൻ്റെതല്ല ഒരാളുടെയും പരാതി തനിക്ക് ലഭിച്ചിട്ടില്ല. രാഹുൽ MLA സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യം നിലവിലില്ലെന്നും ദീപാദാസ് മുൻഷി പ്രതികരിച്ചു. ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇടതുപക്ഷത്തിന് ഇക്കാര്യം ആവശ്യപ്പെടാൻ ധാർമ്മികതയില്ല. അവരുടെ നേതാക്കൾക്കെതിരെയും സമാന പരാതി ഉയർന്നപ്പോൾ ആരും രാജിവെച്ച് കണ്ടില്ല. ഇടതുപക്ഷം അവരുടെ പാർട്ടി വിഷയങ്ങൾ പരിശോധിക്കട്ടെ. രാഹുൽ വിഷയം അടഞ്ഞ അധ്യായമാണെന്നും പാർട്ടി അന്വേഷണം ഇപ്പോഴില്ലെന്നും ദീപാദാസ് മുൻഷി വ്യക്തമാക്കി. നിർധരരായ സഹജീവികൾക്ക് കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെ ഇത്തവണയും പഴഞ്ഞി സ്കൂളിലെ VHSC വിദ്യാർത്ഥികൾ ഉപ്പേരി ചലഞ്ച് സംഘടിപ്പിച്ചു. സ്കൂളിലെ NSSഉം മാർക്കറ്റിംഗ് ലാബും ED ക്ലബും സംയുക്തമായി കായ വറുത്തതും ശർക്കര ഉപ്പേരിയും മൊത്തത്തിൽ വാങ്ങിച്ച് കുട്ടികളുടെ സഹായത്തോടെ 250 ഗ്രാമിന്റെ പാക്കറ്റുകളാക്കി മാറ്റി വിപണിയിലിറക്കി. അതിൽ നിന്നും ലഭിച്ച ലാഭമാണ് വിവിധ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും വൃദ്ധസദനത്തിലെ അമ്മമാർക്ക് ഓണപ്പുടവയായും സ്കൂളിലെ തന്നെ സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഓണക്കിറ്റായും സ്കൂളിലെ കുട്ടിയുടെ വീടിന് മേൽക്കൂര പണിത് അറ്റകുറ്റപ്പണികൾ തീർത്ത് ഉപയോഗ്യമാക്കിയതും ക്യാൻസർ രോഗികൾക്ക് വാട്ടർ ബെഡായും അങ്ങനെ ഒത്തിരി സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക അടിത്തറ നൽകിയത് ഈ ഉപ്പേരി ചലഞ്ചിലൂടെയാണ്. ഇത്തവണത്തെ ഉപ്പേരി ചലഞ്ചിന്റെ ആദ്യ വിൽപ്പന പ്രിൻസിപ്പൽ ശ്രീ ജനീർലാൽ സാറിന്റെ സാന്നിധ്യത്തിൽ സ്കൂൾ വൈസ് ചെയർപേഴ്സണായ കുമാരി അലീന ബിയും NSS വാളണ്ടിയർ ലീഡറായ കുമാരി നസോ ഫാത്തിമയും മാസ്റ്റർ യാദവ് കൃഷ്ണയും ചേർന്ന് സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ സാബു അയനൂരിന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസറായ ശ്രീമതി ലിൻസ് കൊള്ളന്നൂർ, ശ്രീ രഞ്ജിത്ത്, ശ്രീ സുജിത്, ശ്രീ സുരേഷ്, മിസ് ഗാഥ തുടങ്ങി മുഴുവൻ VHSC സ്റ്റാഫിന്റെയും 1ാം വർഷ കുട്ടികളുടെയും പൂർണ്ണ സഹകരണത്തോടെയാണ് ഈ സംരംഭം വിജയത്തിലെത്തിച്ചത്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് വീട് ഫേർണിഷ് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനും അപ്പുറം ഒരുപാട് ഫേർണിച്ചേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ് കാസിയോ ഹോം ഡെക്കോർ. ഊഞ്ഞാലുകൾ, പ്രീമിയം ആൻഡ് നോർമൽ സോഫ സെറ്റുകൾ, വെറൈറ്റി കളക്ഷൻ ഓഫ് വുഡൻ ബെഞ്ച് ആൻഡ് വുഡൻ ചെയർസ്, ചാരു കസേര, ബഡ്ജറ്റ് ഫ്രണ്ട്ലി കട്ടിലുകളും അതിനിണങ്ങിയ നോർമൽ ആൻഡ് സ്പ്രിംഗ് ബെഡുകളും, കൂടാതെ ടീപ്പോയ്, അൽമാര, ഡ്രസ്സിംഗ് ടേബിൾ, ദിവാൻ കുട്ട്, പിന്നെ ഡൈനിങ് ടേബിളിന്റെയും അതിനോടൊപ്പമുള്ള ചെയറിന്റെയും ഒരു വലിയ കളക്ഷൻ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാസിയോ ഹോം ഡെക്കോർ, കാലിക്കറ്റ്, പാറയമ്പാടം, കുന്നംകുളം. കണ്ടാണശ്ശേരിയുടെ പാട്ടുകൂട്ടായ്മയായ മാക്കിന്റെ നേതൃത്വത്തിൽ ഗസൽ സന്ധ്യ അരങ്ങേറി. മാക് മന്ദിരത്തിൽ നടന്ന ഗസൽ സന്ധ്യയുടെ ഉദ്ഘാടനം സാംസ്കാരിക പ്രവർത്തകനും ഗുരുവായൂർ പൈതൃകത്തിന്റെ സാരഥിയുമായ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് ഉദ്ഘാടനം ചെയ്തു. മാക് പ്രസിഡന്റ് സത്യാനന്ദ് കെ ശങ്കർ അധ്യക്ഷനായി. സെക്രട്ടറി അജയ് ഘോഷ്, കോർഡിനേറ്റർ ജവഹർ വെട്ടത്ത്, ജസ്റ്റിൻ തൃശൂർ, ടോണി കുര്യച്ചിറ, P ഗോപാലകൃഷ്ണൻ നായർ എന്നിവർ സംസാരിച്ചു. പ്രശസ്ത ഗസൽ നായകൻ സിറാജ് അമൽ നയിച്ച ഗസൽ സന്ധ്യയിൽ പ്രസാദ് പൊന്നാനി, പ്രശാന്ത് തൃശൂർ, ആര്യ സുഭാഷ് തുടങ്ങിയ പ്രഗത്ഭ ഗായകരും പങ്കെടുത്തു. തബലയിൽ അജയ് ഘോഷും, സിത്താറിൽ ഉസ്താദ് അഹമ്മദ് ഇബ്രാഹിമും, ഫ്ലൂട്ടിൽ ഷാജു നിലമ്പൂരും, ഗിറ്റാറിൽ സത്യാനന്ദ് കെ ശങ്കറും, റിതം പാഡ് സുധാമണി കാരമുക്കും, ബെന്നി തൃശൂരും പിന്നണിയിലുണ്ടായിരുന്നു. Salam,
മാലിന്യം തള്ളുന്നവരെ പിടികൂടാനായി സ്ഥാപിച്ച CCTV ക്യാമറ കാണാനില്ല. പാഴ്പുല്ലുകൾ വളർന്നും വള്ളിച്ചെടികൾ പടർന്നും കാടുപിടിച്ചതോടെ നിരീക്ഷണ ക്യാമറ കാണാൻ കഴിയാത്ത സ്ഥിതിയായി. പെങ്ങാമുക്ക് കരിച്ചാൽക്കടവ് റോഡിന് സമീപം അധികൃതർ സ്ഥാപിച്ച ക്യാമറയ്ക്കാണ് ഈ ഗതികേട്. ഈ ഭാഗത്ത് മാലിന്യങ്ങൾ തള്ളുന്നത് പതിവായതോടെയാണ് റോഡരികിൽ ക്യാമറ സ്ഥാപിച്ചത്. പിന്നീട് ക്യാമറ സ്ഥാപിച്ചതിന്റെ സമീപം മാലിന്യങ്ങൾ തള്ളുന്നത് കുറഞ്ഞിരുന്നു. എന്നാൽ റോഡരികെ പാഴ്പുല്ലുകൾ വളർന്നതോടെ ക്യാമറ സ്ഥാപിച്ച തൂണും കാടുപിടിച്ചു. ഇതോടെ ക്യാമറ കാണാൻ കഴിയാതെയായി. പാഴ്പുല്ലുകൾ വെട്ടിമാറ്റാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഒടുവിൽ പഴഞ്ഞി പട്ടിത്തടം റോഡ് നന്നാക്കാൻ അധികൃതർ തയ്യാറായി. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി റോഡിലെ കുഴികളിൽ മെറ്റൽ വിരിച്ചു തുടങ്ങി. ടാറിംഗ് ഉടനടി പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ. കുണ്ടും കുഴിയും നിറഞ്ഞ പഴഞ്ഞി പട്ടിത്തടം റോഡ് യാത്രക്കാരെ വലച്ചിരുന്നു. റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് ഒട്ടേറെ സമരങ്ങളും ഇവിടെയുണ്ടായി. നടുവൊടിക്കുന്ന ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനയാത്രക്കാർക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തൈലം വിതരണം ചെയ്തിരുന്നു. പ്രതിഷേധങ്ങൾക്കൊടുവിൽ റോഡിന്റെ ടാറിംഗ് പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചൊവ്വന്നൂർ ബ്ലോക്ക് സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ സാഹിത്യ സെമിനാർ നടത്തി. സെമിനാറിൽ കടവല്ലൂർ യൂണിറ്റ് സെക്രട്ടറി സുലൈമാൻ കൂടല്ലൂരിന്റെ ഡോക്ടർ വേലായി എന്ന ചെറുകഥ അവതരിപ്പിക്കുകയും CK സദാനന്ദൻ, PR സത്യപാലൻ, KB തമ്പി, M ഫിലിപ്പോസ്, KK സുകുമാരൻ, ഷാജി K ജോർജ്, C നാരായണൻ, CI മോഹൻദാസ്, KR വത്സമ, PC പങ്കജം എന്നിവർ കഥാസ്വാദന ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയും ചെയ്തു. തുടർന്ന് വൈക്കം മുഹമ്മദ് ബഷീർ രചനകളിലെ ജീവിത ദർശനം എന്ന വിഷയത്തിൽ രഘുനാഥൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ഹരിനാരായണൻ മാസ്റ്റർ മോഡറേറ്ററായ യോഗത്തിൽ ബ്ലോക്ക് സെക്രട്ടറി PV ചാക്കോച്ചൻ, ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീധരക്കുറുപ്പ്, സാംസ്കാരിക വേദി കൺവീനർ ശക്തിധരൻ മാസ്റ്റർ, ബ്ലോക്ക് ട്രഷറർ ശ്രീമതി ആലീസ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ഫിഷ് മാർക്കറ്റ് INTUC തൊഴിലാളി യൂണിയൻ പ്രസിഡന്റായി K ജയശങ്കറിനെയും സെക്രട്ടറിയായി MM സലീമിനെയും തെരഞ്ഞെടുത്തു. കുന്നംകുളം ഇന്ദിരാഭവനിൽ ചേർന്ന യൂണിയന്റെ വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കുകൾ യൂണിയൻ ട്രഷറർ PM നിസാർ അവതരിപ്പിച്ചു. തൊഴിലാളികൾക്കായുള്ള പെൻഷൻ ഫണ്ടിന്റെ പദ്ധതി യൂണിയൻ പ്രസിഡന്റ് K ജയശങ്കർ യോഗത്തിൽ സമർപ്പിച്ചു. ചടങ്ങിൽ MM സലീം, PP സുലൈമാൻ, PM നിസാർ, KK സുലൈമാൻ, PP ഷക്കീർ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രസിഡന്റ് K ജയശങ്കർ, വൈസ് പ്രസിഡന്റ് KK സുലൈമാൻ, സജീവ് K ജോസ്, സെക്രട്ടറി MM സലീം, ജോയിന്റ് സെക്രട്ടറി KK വിബീഷ്, CA ഷാഹിർ, ട്രഷറർ PM നിസാർ, ലീഡർ VA അസീസ്, പുൾ ലീഡർ PP ഷക്കീർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി PM നൌഷാദ്, MA റാഷിദ്, KA തൗഫീഖ്, VS അനൂപ്, PT സേവിരാജ്, PK യാവു, PP ഷക്കീർ, TA ഫൈസൽ എന്നിവരെ തിരഞ്ഞെടുത്തു. 13 വയസ്സുകാരിക്ക് ലൈംഗിക പീഡനം, 19കാരന് 38 വർഷം കഠിന തടവും 96,000 രൂപ പിഴയും. 13 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി പലതവണ ലൈംഗിക പീഡനം നടത്തിയ കേസിൽ 19കാരന് 38 വർഷം കഠിന തടവും 96,000 രൂപ പിഴയും ശിക്ഷ. വെങ്കിടങ്ങ് വില്ലേജിൽ പാടൂർ ഇടിയഞ്ചിറ ദേശത്ത് വെട്ടേക്കാട്ട് വീട്ടിൽ മനോഹരൻ മകൻ 19 വയസ്സുള്ള നവീൻ കൃഷ്ണയെയാണ് ചാവക്കാട് പ്രത്യേക അതിവേഗ കോടതി ജഡ്ജി ലിഷ S കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. പല ദിവസങ്ങളിൽ പെൺകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗിക പീഡനം നടത്തിയെന്നതാണ് പ്രോസിക്യൂഷൻ കേസ്. പീഡന വിവരം കുട്ടിയുടെ ഉപ്പ പാവറട്ടി പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചതിനെ തുടർന്ന് GSCPO ബിന്ദു പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി ഹാജരാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ SI വൈശാഖ് D FIR രജിസ്റ്റർ ചെയ്ത SHO രമേശ് MK തുടരന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് നിഷ C എന്നിവർ ഹാജരായി. ലൈസൺ ഓഫീസർമാരായ സിന്ധു, പ്രസീത എന്നിവർ കോടതി നടപടികൾ ഏകോപിപ്പിക്കുന്നതിനായി പ്രോസിക്യൂഷനെ സഹായിച്ചു. യുവാവിനെ മർദ്ദിച്ച് മൊബൈൽ ഫോണും ബൈക്കും ബലമായി എടുത്തുകൊണ്ടുപോയ പ്രതി അറസ്റ്റിൽ. തിരുവത്ര സ്വദേശി കുന്നത്ത് വീട്ടിൽ അബ്ദുൽ സലാം മകൻ 24 വയസ്സുള്ള നബീലാണ് അറസ്റ്റിലായത്. ജൂലൈ മാസം 11-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. ഈ കേസിൽ ഉൾപ്പെട്ടിരുന്ന 5 പ്രതികളെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇൻസ്പെക്ടർ ഓഫ് പോലീസ് വിമൽ, SI ശരത് സോമൻ, GSCPO അനീഷ് V,
CPO രജിത്ത് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കുന്നംകുളത്ത് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. വിവേകാനന്ദ കോളേജിന്റെയും കുന്നംകുളം എക്സൈസിന്റെയും NSS യൂണിറ്റിന്റെയും ജീവനി സെന്റർ ഫോർ സ്റ്റുഡന്റ് വെൽ ബീയിങ്ങിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കീഴൂർ ശ്രീ വിവേകാനന്ദ കോളേജ് ഓഡിറ്റോറിയത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ KS രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കുന്നംകുളം റേഞ്ച് എക്സൈസ് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസർ ഗണേശൻ പിള്ള ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നൽകി. NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ GS സന്ധ്യ, സൈക്കോളജിസ്റ്റ് സ്നേഹ ബെന്നി, കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി PK നന്ദന എന്നിവർ സംസാരിച്ചു. ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കാൻ പഴഞ്ഞിയുടെ മണ്ണിലിതാ പുതിയ ഹോസ്പിറ്റൽ. ആരോഗ്യമുള്ള ശരീരമാണ് ഒരു തലമുറയുടെ സമ്പത്ത്. അതിനാൽ ഒരു ദേശത്തിന്റെ ആരോഗ്യ പരിപാലനത്തിന് ആവശ്യമായ സേവനങ്ങൾ നിറവേറ്റുന്നതിന് അലോപ്പതിയുടെയും ആയുർവേദത്തിന്റെയും മികച്ച ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പഴഞ്ഞി ജെറുസലേം മിൽട്ടൺ ടവറിൽ പുതുതായി പ്രവർത്തനം ആരംഭിക്കുന്ന JKR ഹോസ്പിറ്റൽ 2025 ആഗസ്റ്റ് 25 തിങ്കളാഴ്ച രാവിലെ 8:30 ആരോഗ്യവകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീമതി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ച് നാടിന് സമർപ്പിക്കുന്നു. ഈ മഹനീയമായ നിമിഷത്തിലേക്ക് നിങ്ങളെ ഏവരെയും കുടുംബസമേതം സ്വാഗതം ചെയ്യുന്നു.